സുഹറ സുഹറ നീ എന്ത് കളറാ കാണുമ്പോൾ ഫയറാ കിട്ടിയ കിട്ടുമ്പോ ഇത് നിന്റെ സ്ഥിരം പരിപാടിയാണല്ലേ? കഴിഞ്ഞ ആഴ്ച നീ നിന്റെ ഫോൺ കാണാനില്ല എന്ന് പറഞ്ഞ സീൻ ഉണ്ടാക്കി. എന്നിട്ട് അവസാനം നിന്റെ അലമാരയിൽ നിനക്ക് കിട്ടുകയും ചെയ്തു. അലമാരെന്നാ? എന്നാ ഞാൻ ഒന്ന് നോക്കിട്ട് വരാം. അതെ, എന്തായാലും നിന്റെ ഫോണിലേക്ക് ഞാനൊന്ന് വിളിക്കാം. ആ ശരി. റൂം മൊത്തം നോക്ക്. ആ റിങ്ങിണ്ട്. ഇല്ലട്ടാ, ഞങ്ങളൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. എന്താ? നിങ്ങൾ എന്തിനാ എന്റെ റൂമിൽ വന്ന്? ഏത് റൂം? എന്റെ ഫോൺ തരൂ പ്ലീസ്. ഏത് ഫോൺ? താൻ എന്റെ റൂമിൽ നിന്ന് എടുത്തോണ്ട് പോയില്ലേ ആ ഫോൺ? മറന്ന? എനിക്കത് കിട്ടിയിട്ട് വേണം വർക്കിന് പോവാൻ. ചേട്ടാ, ഇവിടെ ഫോണൊന്നും ഇല്ല. ഒരു കാര്യം, നീ തരണ്ടാട്ടാ. ഞാൻ വാങ്ങിച്ചോളാ. പിള്ളേര് വെച്ചുള്ള പരിപാടിയാണല്ലേ. നിന്നെ ഞാൻ ലോക്ക് ചെയ്തോളാ. മനുഷ്യന് കുളിക്കാനുള്ള സമാധാനം പോലും തരില്ലാന്ന് വെച്ചാ പ്രസन्न അറിയിക്കേണ്ടതൊക്കെ. നീയാണ് റൂമിൽ കയറിയെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നിന്നെ ഞാൻ കാണിച്ചു തരാട്ടാ. ഇന്ന് 11 മണിക്ക് എന്റെ ഇടപാട് നീ തീർക്കാന്ന് പറഞ്ഞാണല്ലോ. എന്തേ 11 മണിയായില്ലേ എന്റെ കുട്ടിക്ക്? നീ ഇവിടെ ബെഡിൽ കിടന്ന് സൂചിച്ചിട്ട് 10 മണി 11 മണി 2 മണി വേണ്ട വോയിസ് മെസ്സേജ് വിട്ടാ കേട്ടിരിക്കാൻ ഞാൻ എന്താ മറ്റവനാണെന്ന് വിചാരിച്ച? എന്റെ ഇടപാട് തീർക്കാൻ നോക്കണം, മനസ്സിലായില്ല? അത് ക്രെഡിറ്റ് ആയിട്ടില്ല സുരേട്ടാ. എന്ത് ക്രെഡിറ്റ് ഡെബിറ്റ്? ഈ ക്രെഡിറ്റും ഡെബിറ്റ് നോക്കിയിട്ടാണ് ഇവിടെ നോക്ക്. നിന്റെ ക്രെഡിറ്റും ഡെബിറ്റ് നോക്കിയിട്ടാണ് നിന്റെ തന്തയ്ക്ക് ഞാൻ കാശ് കൊടുത്ത്. ഇനി നീ എന്റെ പിന്നാലെ നടക്കുന്ന എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു വാങ്ങാൻ എനിക്കറിയാം, മനസ്സിലായല്ല? ബാബു വാ. അത് സുരേട്ടാ,
ആ ഫോൺ എന്റെ അല്ല, അടുത്ത റൂമിലെ ആളുടെയാ. ആള് ഭയങ്കര ബഹള, പോലീസിൽ കംപ്ലൈന്റ് എന്നൊക്കെ പറയണു. പോലീസൊക്കെ ഇടപെട്ട കാര്യങ്ങൾ വേറെ ലെവലിൽ പോകും. വെറുതെ കുണ്ടാൻ വേണ്ടിക്ക് നിൽക്കണ്ട, മനസ്സിലായല്ലോ? ചേട്ടൻ നാളെ ഞാൻ കാശ് ഉറപ്പായിട്ടും എത്തിക്കാം. ആ ഫോൺ ഒന്ന് കൊടുക്കോ പ്ലീസ്, ആൾക്ക് ജോലിക്ക് പോണെന്നൊക്കെ പറയണു. എന്റെ കാശ് വെച്ചിട്ട് ഇത് എടുത്തോണ്ട് പോയിക്കോ. ഒരു 20K നാളെ 11 മണിക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബാക്കി ഒരു 1 വീക്കിന്റെ അകത്ത് സെറ്റ് ആക്കാം. ചിക്കു അവിടെ പോയി എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. നാളെ 11 മണിക്ക് ഫോൺ കിട്ടും. അതൊന്നും നടക്കില്ല, എനിക്ക് രാത്രി വർക്കിന് പോകണം. ചേട്ടാ ഓരോ ദിവസം ലീവ് എടുക്കാൻ പറ്റുമോ? നിന്റെയൊക്കെ സൗകര്യത്തിനാണ് ഞാൻ ജോലിക്ക് പോണ്. ഫോണില്ലാതെ എനിക്ക് പണി നടക്കില്ലാന്ന്. ചേട്ടാ ഞാൻ വെറുതെ പറയണല്ല, ഇതേ കേട്ട് നോക്ക്. സോറി, ഞാനൊരു കാര്യം ചെയ്യാം. ഒരു 20K ഞാൻ നാളെ ഒരു 11 മണിക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ബാക്കി ഒരു 1 വീക്കിനകത്ത് സെറ്റ് ആക്കാം. കേട്ടില്ലേ? നാളെ ഇത് കിട്ടിയ ഉടനെ ഞാൻ സുരേട്ടിന് പൈസ കൊടുത്തിട്ട് ഫോൺ തിരിച്ചു വാങ്ങിച്ചിരിക്കും. നീ അവന്റെ ഇതിലൊക്കെ പൈസ വാങ്ങിച്ചതിന് ഞാൻ ചെയ്യാനാണ്? നീയൊക്കെ ചെയ്തതിന് ഞാൻ ഉപയോഗിക്കണം? ചേട്ടാ ഫോണല്ലേ വേണ്ടത്, ഇത് മതിയോ വർക്കിന്? അതൊന്നും പറ്റില്ല, എന്റെ നമ്പർ ആപ്പൊക്കെ ആയിട്ട് ലിങ്ക്ഡ് ആണ്. എനിക്ക് പുതിയ നമ്പർ എടുത്തിട്ട് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദനയാണെന്ന്. ചേട്ടാ പ്ലീസ് ബഹളം വെക്കല്ലേ, നമ്പറിന്റെ കാര്യല്ലേ, അത് ശരിയാക്കാവുന്നല്ലേ ഉള്ളൂ. നമുക്ക് സെറ്റാക്കാം. അപ്പൊ ശരി, വർക്ക് കഴിഞ്ഞിട്ട് കാണാം. അയ്യോ ഇത് പറ്റില്ല, എനിക്ക് കുറച്ച് പേഴ്സണൽ കോൾ വരാനുണ്ട്, അതെടുത്തില്ലേ പ്രശ്ന. അത് ഞാനെടുത്താ പോരെ? അല്ലാട്ടെ ഞാനും വരാം പ്ലീസ്. അതൊക്കെ വലിയ ടാസ്ക് ആടോ. കുഴപ്പമില്ല, ഞങ്ങൾ ഓക്കെയാണ്. ആ അതെ, സോറി ഇന്നലെ അയക്കാൻ പറ്റിയില്ല. നാളെ ബാങ്ക് ടൈമിനുള്ളിൽ എന്തായാലും ഞാൻ അയച്ചു തരാം. സോറി കേട്ടോ, റിയലി സോറി. അതെ, സോറി, ഇന്നലെ അയക്കാൻ പറ്റിയില്ല. നാളെ ബാങ്ക് ടൈമിനുള്ളിൽ എന്തായാലും ഞാൻ അയച്ചു തരാം. സോറി കേട്ടോ, റിയലി സോറി. ஹலோ, சாப்பிட்டியாமா? இப்போ கொஞ்சம் பரவாயில்லம்மா. நீ நேத்திக்கே கால் பண்ணுவேன்னு நினச்சேன். ஆனால் நீ கேட்ட விஷயத்த என்னால் ஏற்பாடு பண்ண முடியலம்மா. இதை பற்றி அவர்கிட்ட கேட்கறது கொஞ்சம் கஷ்டம்னு உனக்கு தெரியும்ல. சரி சிக்கு கிட்ட கொடுக்குறேன். ഹലോ അമ്മ. தங்கம், ആ കഴിച്ചു. ഞങ്ങൾ ഇന്നലെ കറങ്ങാൻ പോയല്ലോ. ആണോ? എവിടെ പോയി? റോഡിൽ പോയി, കൊറേ ദൂരം പോയി. എല്ലാവർക്കും കൂടെ പോവാ. நம்ம போலாமா? அம்மா கூட்டிட்டு போறேன். இங்க பெரிய பீச் இருக்குமா, ஃபோர்ட் கொச்சி போலாம். மெரைன் டிரைவ் இருக்கு, அங்க பெரிய கப்பல் இருக்குமா, அதுல ஏறி போலாம். എപ്പോഴാ എന്നെ കൊണ്ടുപോവാ? சரி, முதல்ல எனக்கு ஒரு முத்தம் கொடு. யாருமா? யாரு போன்ல? ஒண்ணும் இல்ல, போன் கம்பெனி. சரி. അത് കളയണ്ട, എനിക്ക് തന്നോ.